വെൽക്കം ബാക്ക് ടു ഡെൻറ്റനൈറ്റ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് റിവർ ഇന്ത്യ ആണ്. ഈ റിവർ ഏതാണ് ബ്രാൻഡ്, ഇന്ത്യ എന്താണ് സംഭവം എന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ സ്കൂട്ടറുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പേസും സ്റ്റോറേജും യൂട്ടിലിറ്റി പേർപ്പസിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ റിവർ ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഈ റിവറിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ മലയാളി തുടങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബ്രാൻഡാണ് ഈ റിവർ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗത്തുനിന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ റിവറിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വണ്ടികൾ ഇനി വരാൻ പോകുന്നുണ്ട്, അപ്കമിങ് ആണ്. എല്ലാം നല്ല നല്ല വണ്ടികളാവാൻ ചാൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ പെർഫോമൻസും ഉണ്ട്. സോ നല്ല പെർഫോമൻസും നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡായി വരുന്നുണ്ട് ഈ റിവർ എന്ന് പറയുന്നത്. ഇപ്പം ഓലേൻ്റെ ഒക്കെ കാട്ടി എത്രയോ ട്രസ്റ്റബിളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ റിവർ. കാരണം എന്ത് കുഴപ്പമുണ്ടെങ്കിലും അവർ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റ് റെസ്പോൺസ് തരുന്നുണ്ട്, എന്തിനും ഏതിനും സപ്പോർട്ടിന് അവർ ഉണ്ട്. പിന്നെ ഇവർക്ക് ഒരു വലിയ ഫാക്ടറി ഒക്കെ ഉണ്ട്, എത്രയോ ഏക്കറിന് വലിയൊരു ഫാക്ടറി ഒക്കെയാണ് തുടങ്ങിയിട്ടുള്ളത്. സാധാരണ പുതിയ ബ്രാൻഡ്സ് ഒന്നും അത്ര പെട്ടെന്ന് തന്നെ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു വലിയ ബ്രാൻഡാക്കി തുടങ്ങൂല. സോ റിവർ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ബ്രാൻഡാക്കി തുടങ്ങിയിട്ട് ഉണ്ട്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ ഉദ്ദേശമില്ല എന്നാണ് ഇൻഡയറക്റ്റ്ലി നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ബ്രാൻഡിനെ കുറിച്ച് ഒരു ഐഡിയ ആയെന്ന് വിചാരിക്കുന്നത്. ഇനി ഈ വണ്ടീൻ്റെ ഡിസൈൻ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ റിവറിൻ്റെ ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു 2 ബോക്സി ടൈപ്പ് ഒരു ഹെഡ് ലാമ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം രസമൊക്കെ ഉണ്ട്, നല്ലൊരു ഡിസൈനാണ്. പിന്നെ ഈ വണ്ടി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ചാൻസ് ഉള്ളത് പ്രേമലൂല് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ വണ്ടി പ്രേമലൂല് ഒരു അഡ്വർടൈസ്മെൻ്റ് ആണോ എന്താ അറിയില്ല, പക്ഷേ ഈ വണ്ടിയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് റിവർ ഇന്ത്യ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഈ സീനിൽ നെസ്ലിന് ഓടിച്ച് പോകുന്നില്ലേ, ഈ ഒരു വണ്ടിയാണ് ഇത്. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ കുറേ ആൾക്കാർ നിർത്തി ചോദിക്കുകയൊക്കെ ചെയ്യും, ഇതേതാ വണ്ടി, ഇത്ര വലുപ്പമുണ്ടല്ലോ, ഇതേതാ സ്കൂട്ടർ, എത്ര റേഞ്ച് കിട്ടും, എത്രയാണ് ഓൺ റോഡ് പ്രൈസ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കും. പിന്നെ ഈ വണ്ടീൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വൈസർ കൊടുത്തിട്ടുണ്ട്. ഇത് അഡീഷണൽ ആക്സസറി ഫിറ്റിംഗ് ആണ്. ഇത് വെക്കണോ വേണ്ടിയോ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ ബ്ലാക്ക് ടിൻറ്റഡ് വൈസർ ഉണ്ട്, അത് വെച്ചാൽ ലേശം കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഇത് കൂടുതലും ഭംഗിക്കാണ് ഇത് ചെയ്യുന്നത്, പക്ഷേ യൂട്ടിലിറ്റിക്ക് അത്രത്തോളം യൂസ്ഫുൾനെസ് ഒന്നുമില്ല. കാരണം അത് പോകാൻ പോകുന്നത് ഒരു 90 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പോകുന്നത്. സോ അത്രത്തോളം വിൻഡ് ബ്ലാസ്റ്റ് കാര്യങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഇത് വെക്കുന്നത് ലുക്കിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ വണ്ടിയിൽ LED ഹെഡ് ലാമ്പ്സ് ആണ് നൽകിയിട്ടുള്ളത്, LED ഇൻഡിക്കേറ്റേഴ്സാണ്. നമ്മളിപ്പോൾ വണ്ടി ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കാണിച്ചേ ഇതാ ഇതേമാതിരത്തൊരു വെൽക്കം ആനിമേഷൻ നൽകിയിട്ടുണ്ട്. ഒന്ന് DRLs ഒന്ന് ബ്ലിങ്ക് ആവും, പിന്നെ അതേമാതിരി തന്നെ ഇൻഡിക്കേറ്റർ ഒന്ന് ബ്ലിങ്ക് ആവും. വെൽക്കം ചെയ്യും വണ്ടി. നമ്മൾ ബൈക്കിലൊക്കെ കണ്ടുവരുന്ന മാതിരി തന്നെ ഒരു ടെലിസ്കോപ്പിക്കിൻ്റെ സസ്പെൻഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ ഇതിൻ്റെ വീല് നോക്കുകയാണെങ്കിൽ 14 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് ചളി പിടിച്ചിട്ടുണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അലോയ് വീൽസ് തന്നെയാണ്. പിന്നെ 14 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എൻടോർക്കിൻ്റെ അത്ര തന്നെ ഒരു വീലും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചൊക്കെ ഓഫ് റോഡ് നല്ല കുണ്ടും കൂടിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്രത്തോളം ഡിസ്കംഫേർട്ട് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിക്ക് തന്നെ വണ്ടി എനിക്ക് ഓടിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ ഏതറിൻ്റെ കാട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഏതറും ഇതും കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതർ എന്ന് പറയുന്നത് ഇപ്പം ഒരു സെഡാനും ഇത് ഒരു പിക്കപ്പ് വണ്ടിയാണ്. സോ 2 കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിക്കപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ഏറ്റവും ബെസ്റ്റായിരിക്കും. സെഡാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏതർ ആയിരിക്കും. ഏതർ നിങ്ങൾക്ക് ലേശം കൂടി ടോപ്പ് സ്പീഡും വലിച്ചു കൊണ്ടുപോകാനും നല്ല സ്ലീക്കായിട്ട് നിങ്ങൾക്ക് ഫ്ലിക്കബിളായിട്ട് കൊണ്ടടക്കാൻ പറ്റും. ഇതിൽ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാനും അത്യാവശ്യം നല്ല കംഫർട്ട് റൈഡിങ്ങിനും ലോങ് റൈഡൊക്കെ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഓട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഈ വണ്ടിയിൽ 3 റൈഡേഴ്സ് ട്രയാങ്കിൾ വരുന്നുണ്ട്. ശരിക്കും 3 റൈഡേഴ്സ് ട്രയാങ്കിൾ എങ്ങനെയാണ് ഒരു വണ്ടിയിൽ വരാനുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കും വരും. പക്ഷേ ഇതിൽ 3 റൈഡേഴ്സ് ട്രയാങ്കിൾ ഉണ്ട്. ശരിക്കും അത് നമുക്ക് വെറുതെ ഒരു അഡ്വർടൈസ്മെൻറ്റിന് ഒരു റൈഡേഴ്സ് ട്രയാങ്കിൾ വെച്ച് പറഞ്ഞതല്ല, പക്ഷെ നമുക്കത് ശരിക്കും ഇരിക്കുന്ന ടൈമിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു വലിയൊരു സ്പേസ് തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ഗ്യാസും കുറ്റി
സുഖമായിട്ട് വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ പുറത്ത് വേറെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. സോ അത്രയും സ്പേസും കാര്യങ്ങളൊക്കെ തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ലേശം ബാക്കോട്ടേക്ക് ഇരുന്നിട്ട് ഇവിടെ കാല് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രൂസറിൽ ഇരിക്കുന്നൊരു ഫീല് കിട്ടും. അതേമാതിരി ഇവിടെ വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു സൂപ്പർ മെറ്റീരിയലൊക്കെ ഇരിക്കുന്ന മാതിരി ഒരു ചെറിയൊരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ സ്പോർട്ടി ഫീല് കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് മുമ്പോട്ട് ഇരുന്നിട്ട് ഈ ഭാഗത്തേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പോർട്ടി ഫീല് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ വണ്ടിൻ്റെ യൂട്ടിലിറ്റി, അഥവാ ഈ വണ്ടി ഉണ്ടാക്കിയത് തന്നെ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെയാണ്, എത്രത്തോളം സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൊബൈൽ ഹോൾഡർ ആക്സസറി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. ഇത് ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്യാനുള്ള സംഭവം കിട്ടും. റിവറിൻ്റെ വക തന്നെ ഒരു 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഹോൾഡർ കിട്ടും. പക്ഷേ ആ മൊബൈൽ ഹോൾഡർ അത്രത്തോളം വേർത്തിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങി ഇടുക, ഇല്ലെങ്കിൽ ഇടണ്ട. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു നമ്മളുടെ പണ്ട് ചേതക്കിലൊക്കെ കണ്ടുവരുന്ന മാതിരത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും നൽകിയിട്ടുണ്ട്. 12 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒരു ലാപ്ടോപ്പൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ചാർജിങ് പോർട്ട് നൽകിയിട്ടുണ്ട്. അതേമാതിരി തന്നെ പുറത്തും ഒരു ചാർജിങ് പോർട്ട് നൽകിയിട്ടുണ്ട്. 2 ഡിവൈസസ് നിങ്ങൾക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് വേറെ ഏത് വണ്ടിയിൽ പറ്റും? നിങ്ങൾ പറ, വേറെ ഏത് വണ്ടിയിലാണ്, മീൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഏത് വണ്ടിയിലാണ് 2 ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം ഉള്ളത്? സോ ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതെന്താ ക്ലിപ്പോ എന്തോ സാധനമാണ്. അവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് കൂടാണ്ട് പുറത്തും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു നോബുണ്ട്. അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ള സംഭവം വരും. എന്നിട്ട് ഇതിങ്ങോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ള പിന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. എന്നിട്ട് കുത്തുക. സോ ഇത് നല്ലൊരു സംഭവമാണ്. ഓലയിലൊക്കെ ഇത് നമ്മളിങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സംഭവം പുറത്തേക്ക് വരും. വെള്ളം കയറുന്ന പ്രശ്നമൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഇതിൽ ആ സംഭവമില്ല. ഒരു സീലിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇത് ഓപ്പൺ ചെയ്യൽ അത്രത്തോളം ഈസിയും അല്ല. സോ അതൊരു നല്ല കാര്യമാണ്. ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അണ്ടർ സീറ്റ് സ്റ്റോറേജ്, ഇത് 43 ലിറ്റേഴ്സാണ് ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. ആഹാ, എത്രത്തോളം വലിയ സ്റ്റോറേജാണ് നോക്ക്. ഇവിടെ 14 ഇഞ്ചിൻ്റെ വീലായതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇല്ലെങ്കിൽ ലേശം കൂടെ സ്റ്റോറേജ് കിട്ടിയാനെ. പക്ഷേ ഇതുണ്ടായിട്ടും ഇത്രയും വലിയ സ്റ്റോറേജ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാഗ് റിവറിൻ്റെ തന്നെ ഈ ബാഗ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതേമാതിരത്തെ ഒരു ബാഗ് ഇവിടെ ഇനിയും വെക്കാം. 2 ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിൽ ഫിറ്റാവും. ഫുൾ ഫേസ് ഹെൽമെറ്റ് സുഖമായിട്ട് ഇതിൽ ഫിറ്റാവും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫേസ് സുഖമായിട്ട് നിങ്ങൾക്ക് ഫിറ്റായിട്ട് അടയ്ക്കാൻ പറ്റും. റിവറിൻ്റെ തന്നെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വരുന്നുണ്ട്. അത് 4000 രൂപയാണ് പറയുന്നത്. സ്റ്റഡ്സിൻ്റെ ഒരു കൊളാബറേഷനിൽ ഉണ്ടായതാണ്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ആസ് യൂസ്വൽ ഏത് വണ്ടി വാങ്ങിയാലും ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് നൽകും. പിന്നെ നിങ്ങൾക്ക് തോന്നും ഇവിടെ എന്തുകൊണ്ടാണ് ഫുഡ് പെഗ്സ് കൊടുത്തത് എന്ന്. ഇതൊരു പിക്കപ്പ് വണ്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാല് വെക്കാൻ ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ കാല് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഫുഡ് പെഗ് തന്നിട്ടുള്ളത്. അത്രത്തോളം യൂട്ടിലിറ്റിക്ക് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് കാണാം. ഇത് ചേസിനോട് കണക്റ്റഡ് ആണ്. സോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകാം. പിന്നെ ഇതും ചേസിനോട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. സോ നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ക്രാഷ് ഗാർഡ് തന്നെയാണ് ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. കാരണം ഇത് വീണ് കഴിഞ്ഞാൽ വണ്ടി മുഴുവൻ കറക്റ്റ് ഇതിൻ്റെ മുകളിലാണ് കിടക്കുക. ഈ ബോഡി പാർട്സ് ഒരിക്കലും ടച്ച് ഇതാവില്ല. കുറച്ച് ഇളക്കണ്ടല്ലോ പറഞ്ഞ കാര്യം. കുഡ് യു സീ ദാറ്റ്? ഇതിവിടുത്തെ ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാഞ്ഞിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഹൈ സ്പീഡിലൊന്നും പോകും. ഇത് പിന്നെ ഇൻറ്റേർണൽ കമ്പേഴ്സൺ എൻജിൻ അല്ലാത്തത് കൊണ്ട് വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇത് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഈ വണ്ടീൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ് നോക്കാനായിട്ട്. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്.
നല്ലൊരു ക്യൂട്ടി ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ആസ് യൂസ്വൽ, പിന്നെ റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. രസമുണ്ട് ബാക്കിൽ നിന്ന് കാണാനും ഫ്രണ്ടിൽ നിന്ന് കാണാനും. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും വണ്ടി കുറച്ചൊരു പുതുമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈഡ്രോളിക്കിൻ്റെ സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. ബാക്കിൽ റീജനറേഷൻ ഉണ്ട്. ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം, ആദ്യമായിട്ടാണ് ഒരു EV ഞാൻ ഓടിച്ചിട്ട് ത്രോട്ടിൽ നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്ന ടൈമിൽ ആക്സിലറേഷനും കട്ട് ഓഫ് ആകുന്നുണ്ട്. മീൻസ് ത്രോട്ടിൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഈ IC എൻജിൻസിലുള്ള ആ ഒരു ഫീലില്ലേ, വണ്ടി അവിടെ ഒന്ന് സ്ലോ ആവും. ആ സംഭവം ഈ വണ്ടിയിലും ഉണ്ട്. അത് ഈ റിവർ എന്ന് പറഞ്ഞ ബ്രാൻഡ് അടിപൊളിയാക്കി ട്യൂൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഒരു EVയിലും അങ്ങനത്തെ ഒരു ഫീല് കിട്ടാറില്ല. നമുക്ക് ആ ഒരു ഫീലൊക്കെ ഒരു എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ഫീലില്ലേ, അത് നമുക്ക് മിസ് ആവലുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ ആ ഒരു ഫീല് ചെറുതായിട്ട് നമുക്ക് ഉണ്ട് കേട്ടോ. നല്ലൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ട്യൂണിങ് ഒക്കെ. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് റീജൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു കറക്റ്റ് ട്യൂൺ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത് കൊടുത്ത് എന്ന് പറയുന്നതിൽ അടിപൊളി കാര്യമാണ്. കാരണം ഇത് അത്രത്തോളം ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല. ഏതറിനോടൊക്കെ ഉള്ളൊരു അതേ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. എക്സോറും 1,38,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എന്നിട്ടും ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇത്രയും യൂട്ടിലിറ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വെരി നൈസ്, വെരി നൈസ്, ഒന്നും പറയല്ല. അടിപൊളി വണ്ടി. പെർഫോമൻസിലും അടിപൊളി, യൂട്ടിലിറ്റിയിലും അടിപൊളി, ഡിസൈൻ വൈസും അടിപൊളി. എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയണം എന്ന് എനിക്കുണ്ട്. ഞാൻ ഇപ്പം എന്താ പറയുക, ആ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു പാനലൊരു ഇളക്കുണ്ട്, അത് ഈ വണ്ടിൻ്റെ കുഴപ്പമായിരിക്കും. ഇവിടെ ഒരു പാസ് സ്വിച്ച് കാര്യങ്ങൾ, സ്വിച്ച് ക്വാളിറ്റി നല്ലൊരു സ്വിച്ച് ക്വാളിറ്റിയാണ്. എന്താ ഇപ്പം ഞാൻ ഒരു നെഗറ്റീവ് പറയുക, ശരിക്കും അത്രയും നല്ലൊരു വണ്ടിയാട്ടോ ഇത് ഡീലർഷിപ്പ് ഇവിടെ എല്ലായിടെയും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണു പൂട്ടി എടുക്കാം എന്ന് ഞാൻ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയുന്ന ഒരു വണ്ടിയാണ് ഈ റിവർ ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പം ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൊരു കുഴപ്പം, വേറെ ഒന്നുമില്ല. നിങ്ങളൊരു EV കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ വണ്ടീൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു TFT ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇത് മോഡ്സ് മാറ്റാം. 3 മോഡ് വരുന്നുണ്ട്: എക്കോ, റൈഡ്, റസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 90 ടോപ്പ് സ്പീഡ് കിട്ടും. പിന്നെ റൈഡിലാണെങ്കിൽ നിങ്ങൾക്കൊരു 68, എക്കോയിലാണെങ്കിൽ 45. അത്രയാണ് ടോപ്പ് സ്പീഡ്സ് വരുന്നത്. അതിനനുസരിച്ച് റേഞ്ചും കുറയും കേട്ടോ നമ്മളിത് മാറ്റുന്നതിനനുസരിച്ച്. ഇവിടെ നമുക്ക് ചാർജിങ് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്, ഇവിടെ എത്രത്തോളം കിലോമീറ്റേഴ്സ് ഓടും എന്ന് വെച്ചാൽ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ. ടോട്ടൽ വണ്ടി 408 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടിയാണ്. പിന്നെ സ്വിച്ച് ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല സ്വിച്ച് ക്വാളിറ്റിയാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ട്. ഹോൺ കേട്ടോ, ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഹോണാണ്. ഇവിടെ നമുക്ക് 4 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ലൈക്ക് ഹസാർഡ്. ഇവിടെ എൻജിൻ കിൽ സ്വിച്ച് കാര്യങ്ങൾ. ഇവിടെയാണ് മോഡ് ചേഞ്ച് ചെയ്യേണ്ടത്. മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് പിടിച്ചിട്ട് മോഡ് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ മുകളിലോട്ടേക്ക് പോകും, ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ റസ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരും. സോ ബ്രേക്ക് പിടിച്ചിട്ട് വേണം മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് റിവർ ഇന്ത്യൻ്റെ ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വണ്ടി ഓടിച്ചും കൊണ്ട് സംസാരിക്കാം. വണ്ടി ഓടിച്ചിട്ട് എത്രത്തോളം സ്പീഡ് കയറുന്നുണ്ട്, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, റീജൻ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നൊക്കെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ സ്റ്റേ വിത്ത് മീ അൺടിൽ നെക്സ്റ്റ് വീഡിയോ. സീ യു ദെൻ, ബൈ. ഇവിടുന്ന് നമുക്ക് റസ് മോഡിലിട്ടിട്ട് ടോപ്പ് സ്പീഡ് അടിച്ച് നോക്കാം, എത്രത്തോളമാണ് ടോപ്പ് സ്പീഡ് കിട്ടുന്നത്, പിന്നെ എത്ര പെട്ടെന്നാണ് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നതെന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗോ. റസ് മോഡിലേക്ക് ഇടട്ടെ. ഇതിപ്പോൾ റൈഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ റസ്സിലേക്ക് ഇട്ട്, സോ ഗോ. ഓഹോ വീണ